ഹലോ ഫ്രാൻസ്, എല്ലാവർക്കും നമസ്കാരം. എന്ത് പറയുന്നു, സുഖമായിരിക്കണ? എല്ലാവരുടെ ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറണം. നമുക്കും അതേപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരിക്കൽ കയറാനുള്ള അവസരം ഉണ്ടായി, കയറി. പിന്നെ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം കയറി. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും എന്താ പറയുക, ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹിക്കാത്തവർ ആരുമില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഈ ഇടയ്ക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. അപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇതാണ് ഫ്ലൈറ്റ്. സംഭവം നമ്മൾ കാണുമ്പോൾ, നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു സംഭവം പോലെയാണെങ്കിലും ഒരു 100-300 പേർക്ക് സുഖമായിട്ട് ഒറ്റ അടുപ്പിൽ ഇരിക്കാനും ഇതിനൊരു സൗകര്യമുള്ള സംഭവമാണ്. ഇതിനുള്ള കൂടെ മുകളിൽ കയറുന്നത് അടിപൊളിയാണ്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോയത്. നല്ല സെറ്റപ്പാണ്. അപ്പോൾ ജീവിതത്തിൽ എന്താ പറയുക, എത്ര സമ്പാദിക്കുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഇതൊരു ആഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം, നമ്മളിപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ 100 പേരുണ്ടെങ്കിൽ ആകെ 10 പേരൊക്കെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. മാക്സിമം പേർക്കൊന്നും കയറാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇതിനിപ്പോൾ അന്നത്തെ കാലത്ത് വലിയ ചിലവൊന്നുമില്ല. ഒരു 10, 2000, 3000 രൂപ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാം. അങ്ങനെ പോയപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ കയറി. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ജല്ലിക്കെട്ടിന് 2 കാളയും നടുക്ക് നിൽക്കുന്ന ഇത് ഒരു കൃഷിക്കാരൻ്റെ ഇതായിട്ട് കണ്ടു. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെന്നൈയിൽ പോവുകയാണെങ്കിൽ ചെന്നൈ എയർപോർട്ടിൻ്റെ ഉള്ളിലൊന്ന് കയറി കഴിഞ്ഞ് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതെന്തായാലും സംഭവം കാണാതെ പോകരുത്. സംഭവം സൂപ്പറാണ്, അടിപൊളി കിടുക്കാച്ചിയാണ്. ഇത് കാണണം, കാണാതെ പോകരുത് ആരും. ഓക്കെ, ബൈ.